എഫേഷ്യൻസ് 1-ാം അതിന്റെ 13 മുതൽ 20 വാക്യം പറയാൻ കേട്ടത്. വചനം എന്ന് പറയുന്നത് 17-ാം വാക്യം. പൗലോസ് എടുത്തു പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്ത്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, പൗലോസ് പറയുന്നത് നിങ്ങളെ ഓർത്ത് ഇടവിടാതെ സ്തോത്രം ചെയ്ത്. സ്തോത്രം ചെയ്തെന്ന് പറയുന്നത് എന്താണ്? നന്ദി രേഖപ്പെടുത്തുന്നത്. ഓക്കെ. രണ്ട്, പുള്ളി എല്ലാ വിശുദ്ധന്മാർക്കും വിശ്വാസത്തിന് വേണ്ടിയും പ്രാർത്ഥനയിൽ ഒരു താങ്ങായി എന്തിനു വേണ്ടി പ്രാർത്ഥിച്ച്. ഈ രണ്ട് കാര്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടി ഈ പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ ഞാൻ സ്തോത്രം ചെയ്ത്. നമുക്ക് വായിക്കാം 15-ാം വാക്യം. അപ്പോൾ വചനം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തതിനു വേണ്ടിയാണ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്തെയും രണ്ട്, സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും. അപ്പോൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെട്ട നിങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യം? വിശ്വാസമോ സ്നേഹമോ? ഈ രണ്ട് കാര്യം കണ്ടിട്ടുണ്ടോ? പ്രതികൂല സമയത്ത് നമ്മുടെ വിശ്വാസം എവിടെ പോകും? അവിടെ പോകണോ? കാണാതെ പോകും. നമ്മുടെ അടുത്തുള്ള വ്യക്തി നമ്മളെ പണ്ട് പറഞ്ഞാൽ നമുക്ക് എന്തില്ല? നമുക്ക് സ്നേഹമില്ല, അല്ലേ? ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടാൻ നമുക്ക് എന്ത് വേണോ? വിശ്വാസവും വേണോ, സ്നേഹം വേണം. സ്നേഹമുണ്ടോ? നമുക്ക് പൂർണ്ണമായിട്ട് വേണം. നാം ആരെ സ്നേഹിക്കണോ? കർത്താവ് യേശുവിന്റെ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അതിപ്പോൾ സകല വിശുദ്ധന്മാരോട്, സകല വിശുദ്ധന്മാരെന്ന് പറയുന്നത് ആരാണ്? കൂടി വരുന്ന ജനം, ദൈവസഭ. സകല വിശുദ്ധന്മാരുടെ സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തു. പൗലോസ് എന്തിനു സ്തോത്രം ചെയ്ത്? അവരുടെ ദൈവത്തിലുള്ള വിശ്വാസമോ കൂട്ടു സഹോദരന്മാരുടെ സ്നേഹത്തെയും. നമുക്കിവിടെ പരസ്പരം അങ്ങനെ സ്നേഹമുണ്ട? സ്നേഹത്തോടെ നാം കടന്നു പോകണം. വിളിക്കപ്പെട്ട നമുക്ക് എന്ത് വേണോ? വിശ്വാസം വേണം, സ്നേഹം വേണം. നമുക്ക് വാക്യം നോക്കാം. ഗലാത്യർ 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. ഒരു വാക്യം വായിക്കാം. 1 Corinthians 13:2. വചനം എന്താ പറയുന്നത്? എനിക്ക് പ്രവചനം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലയെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. അപ്പോൾ നാം ദൈവത്തെ നാം സ്നേഹിക്കും, അല്ലേ? നമ്മൾ പലപ്പോഴും നാം ദൈവത്തിൽ സ്നേഹം നമ്മൾ കുറയ്ക്കുന്നില്ല. നമുക്ക് ദൈവത്തിൽ സ്നേഹമുണ്ട്. എന്നാൽ നാം ദൈവത്തെ വിശ്വാസവും ദൈവത്തിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളെ കൂട്ട് വിശുദ്ധന്മാരെയും സ്നേഹിക്കണം. എന്റെ കൂട്ട് വിശുദ്ധന്മാർ അല്ലെങ്കിൽ കൂട്ട് സഹോദരന്മാർ സഹോദരിമാരോട് എനിക്ക് കൈപ്പോ വിദ്വേഷമുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൾ അല്ല. അപ്പോൾ ഇന്ന് പകൽക്കാലം അന്യോന്യം നാം എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ അന്നത്തെ സഭ, എഫേസ്യ സഭയിൽ അവരുടെ വിശ്വാസവും അവരുടെ സ്നേഹവും കണ്ടിട്ട് പൗലോസ് ചെയ്ത് ദൈവത്തിനോട് സ്തോത്രം ചെയ്ത് നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ വചനം പറയുന്നതാണ്, എന്റെ പ്രാർത്ഥന നിങ്ങളെ ഓർത്തുകൊണ്ട്. എന്താണ് ഓർത്തുകൊണ്ട്? വായിച്ചോ, 17 മുതൽ വായിച്ചോ, 17, 18, 19. പൗലോസ് എന്തിനാണ് പ്രാർത്ഥിച്ചത്? നിങ്ങളുടെ ഹൃദയം ദൃഷ്ടി പ്രകാശിപ്പിക്കണം. എന്തിനു വേണ്ടിയാണ്? യേശുവിനെ കുറിച്ചുള്ള
പരിജ്ഞാനവും ജ്ഞാനവും വെളിപ്പാടും ആത്മാവിനെ തരേണ്ടത് നിങ്ങൾക്ക് ഇരുന്ന ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് പറയട്ടെ വാക്യത്തിൽ അവന്റെ വിളിയാൽ ഉള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ. നമ്മൾ വായിക്കുമ്പോൾ എന്താണ് അവകാശം? അവന്റെ വിളിയാൽ ഉള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. എന്താണ് അവകാശം? നിയമപ്രകാരം നമുക്ക് ലഭിക്കേണ്ട എല്ലാം നമുക്ക് അവകാശം തന്നെയാണ്. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ അവകാശം മക്കളാണ്, അല്ലെ? പിന്നെ നിങ്ങൾക്ക് വസ്തു ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഭവനം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളിപ്പോ നമ്മൾ ഈ ഭൂമി മാറ്റപ്പെട്ട നമ്മുടെ ഈ അവകാശം ആർക്ക് പോകും? മക്കൾക്ക് പോകും. അതുപോലെ തന്നെ നമുക്കൊരു അവകാശം കർത്താവ് ചെയ്തു കഴിഞ്ഞു. എന്താണ്? എന്റെ പാപത്തിന് വേണ്ടിയും എന്റെ രോഗത്തിന് വേണ്ടിയും ശാപത്തിന് വേണ്ടിയും കർത്താവ് കാൽവിനെ കുറിച്ച് ചെയ്തു കഴിഞ്ഞു. അപ്പൊ അവന്റെ അവകാശം എന്ന് പറഞ്ഞത് നാം നിത്യതയിൽ കൊണ്ടുപോകണം എന്ന് കർത്താവ് ഇത് ചെയ്ത് ഈ ഭൂമിയിൽ തന്നെ വന്ന് അതൊക്കെ ചെയ്തു കഴിഞ്ഞു. വിശ്വസിക്കുന്നവരെ കർത്താവ് ചെയ്ത് തന്റെ ദൈവമക്കൾ എന്ന അധികാരവും അവകാശവും ദൈവം നമുക്ക് നൽകി. അപ്പൊ നമ്മുടെ നിക്ഷേപം എവിടെയാണ്? സ്വർഗത്തിലാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചാലും ഈ ഭൂമിയിൽ ദൈവം എനിക്ക് നൽകിയ വസ്തു ആകട്ടെ ഭവനമാകട്ടെ ഇതെല്ലാം എനിക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയും. ഇതൊന്നും എനിക്ക് കൊണ്ടുപോകുവാൻ പറ്റത്തില്ല. നാം ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്കൊരു ഭവനം ആവശ്യമാണ്, നാം അത് ദൈവം നൽകി. പക്ഷെ നാം ഒരിക്കലും ഈ ഭൂമിയിലല്ല നമ്മൾ യുഗയുഗമായി ജീവിക്കാൻ പോകുന്നത്. കർത്താവ് ചെയ്തു അവരുടെ കൂടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ച് അവന്റെ അവകാശത്തെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നാം ദൈവത്തോടു കൂടെ ജീവിക്കണം. ആ അവകാശം എങ്ങനെ കർത്താവ് നമുക്ക് നൽകി? അവന്റെ രക്തത്താൽ ദൈവം എന്നെയും നിങ്ങളെയും വിലക്കി വാങ്ങി. അതിലൂടെ അവകാശം നമുക്ക് ഇന്ന് ലഭിക്കുവാൻ ഇടയായി. നമ്മൾ 19 വാക്യത്തോട് വരാം. വിശ്വസിക്ക് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വെളിപ്പം എന്തെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വചനം ഓർക്കണം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയോടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. വചനം പോലെ അവന്റെ ശക്തി എങ്ങനെയാണ്? അവന്റെ ബലം എങ്ങനെയാണ്? ദൈവത്തിന്റെ ബലം എങ്ങനെയാണ്? എല്ലായ്പ്പോഴും അനുഭവിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവശക്തി നാം അനുഭവിക്കണം. എന്നാൽ വചനം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുത്താറുണ്ട്, കർത്താവുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ യാചനകൾ കേൾക്കുന്നുണ്ട്. അപ്പോ അവന്റെ ശക്തി നാം ചെയ്യണം. ദൈവത്തിന്റെ അവന്റെ ശക്തിയോ അളവറ്റ വലിപ്പം ഇന്നതെന്നോ നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പൗലോസ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ കാര്യം പ്രാർത്ഥന എന്ത് വേണ്ടി പ്രാർത്ഥിച്ചത്? ഒന്ന്, നാം ദൈവത്തിന്റെ അവകാശമാണ്. 2, ദൈവത്തിന്റെ ശക്തി നാം അറിയണം. 3, ആദ്യം വായിച്ചത് ഇങ്ങനെയാണ്, നമ്മളുടെ ദൈവത്തെക്കുറിച്ച് അറിയുന്ന ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണം. ഇന്നും നാം ചെയ്യണം. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തെ നാം ഇന്നും അറിഞ്ഞിട്ടില്ല. ദൈവത്തെ അറിയേണ്ട പ്രകാരം നാം എന്ത് ചെയ്യണം? ഇന്നും അധികം അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം വായിക്കണം. ദൈവശബ്ദം ഇതിലൂടെ കേൾക്കണം. ദൈവം എത്ര നല്ലവനെന്ന് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ അറിയാൻ കഴിയും. അവൻ പണ്ട് അത്ഭുതങ്ങൾ, ഇന്നും അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. വിളിച്ച ദൈവം വിശ്വാസനാണ്. നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. നമ്മുടെ അന്ത്യത്തോളം നടത്തുവാൻ അവൻ മതിയായവൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിലും സ്നേഹത്തിലും നാൾക്ക് നാൾ ദൈവകൃപയിലും വളരണം. അതിനായി നിങ്ങൾ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം.